അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഒന്ന് റൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. OMR റോഡിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ, നമ്മുടെ നാട്ടിലേക്കാളും കനത്ത ചൂടാണ് ചെന്നൈ എന്ന് പറയുന്ന ചൂടിൻ്റെ ഒരു കൂടാണല്ലോ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാനൊന്ന് കേൾപ്പിക്കാം. അത്യാവശ്യം വളരെ സ്വീറ്ററായിട്ടുള്ളൊരു നോട്ടാണ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മനോഹരമായിട്ടുള്ളൊരു ബൈക്ക് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ട്രയംഫിൻ്റെ സ്പീഡ് 400 ആണ്. 2023 ഇറങ്ങിയ ഒരു വാഹനമാണ്. അപ്പോൾ എന്താണ് ഇതിപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാറ്റങ്ങൾ, പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും വിലയിലുള്ള മാറ്റങ്ങളാണ്. കഴിഞ്ഞ 2025 സെപ്റ്റംബർ മാസമാണ് നമുക്ക് GSTയുടെ റിവിഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ആ സമയത്ത് നമുക്ക് 28% വരെ GST ഉണ്ടായിരുന്നു. അപ്പം 350 cc ഉള്ള വാഹനങ്ങൾക്കെല്ലാം 28% GST ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 350 cc വരെയുള്ള വാഹനങ്ങൾക്ക് ആ ഒരു GST എന്ന് പറഞ്ഞാൽ 28% നിന്ന് 18% കേന്ദ്ര ഗവൺമെൻറ് കുറയ്ക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന സമയത്തേക്ക് ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള ടാക്സസിൻ്റെ വ്യത്യാസങ്ങൾ വന്നത് കാരണം വണ്ടിയുടെ പ്രൈസസിനകത്ത് വ്യത്യാസം വന്നു. അപ്പം ആ ഒരു 350 cc ഒരു ബ്രാക്കറ്റിലേക്ക് ഈ 400 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ 400 അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിലുള്ള വ്യത്യാസമാണ്. അതായത് ഏകദേശം 5ഓളം മോഡലുകളാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് നമുക്കുള്ളത്. ട്രയംഫിനുള്ളത് ലൈക്ക് ഇവിടെ പ്രൊഡക്ഷനുള്ള വാഹനങ്ങൾ. അതിനകത്ത് ലൈക്ക് 10,000 മുതൽ 22,000 രൂപ വരെയുള്ള വിലക്കുറവ് പല മോഡൽസിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്തും ആ വിലക്കുറവ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് 2,32,000 ആണ് എക്സ്ഷോറൂം പറയുന്നത്. ഏകദേശം 17,000 രൂപയോളം നമുക്ക് ഓൺ റോഡിൽ എഫക്റ്റീവായിട്ട് നമുക്ക് കുറവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, കാരണം ആ പ്രൈസ് ബ്രാക്കറ്റ് മാച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതിനകത്തുള്ള ചെറിയ ചേഞ്ചസ് വരണം. കാരണം 350 cc കൊണ്ടുവന്നല്ലേ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ട് വരുന്ന ഈ എഞ്ചിനെ അവർ ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സിലാണ്. അതായത് ഇതിൻ്റെ ഒരു പിസ്റ്റണും ബോറിൻ്റെയൊക്കെ സൈസ് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് അത് അച്ചീവ് ചെയ്യുന്നത്. നേരത്തെ ഈ ഒരു വാഹനം 8,000 RPM 40 PS ആയിരുന്നു ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 350 ഇതിനെ കൊണ്ടുവരുന്ന സമയത്തേക്ക് ലൈറ്റായിട്ട് ഒരു 3 bhp കുറഞ്ഞ് 37 bhp PS ഇത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു എഞ്ചിനെ മാറ്റിയിരിക്കുന്നത്. അതുപോലൊപ്പം തന്നെ നമുക്കിതിന് നേരത്തെ 37.5 Nm ലൈക്ക് ന്യൂട്ടൺ മീറ്റർ ടോർക്കായിരുന്നു ഇതിൻ്റെ ഒരു ടോർക്ക് ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ 32 Nm മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് എഞ്ചിൻ സൈഡിലുള്ള ചേഞ്ചസ് വന്നിരിക്കുന്നത്. വേറെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസും ഇല്ല. അപ്പം ശരിക്കും വാഹനം എടുക്കാനുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് തന്നെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഒരു 350 മാറ്റുന്ന സമയത്തേക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെന്ന് വിചാരിക്കേണ്ട. കാരണം വെച്ചാൽ നമ്മളിത് കാര്യമായിട്ട് തന്നെ ഓടിച്ചിട്ട് ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ടോപ്പ് സ്പീഡിലേക്ക് പോകുന്ന സമയത്തേക്കാണ് ലൈക്ക് നമുക്കും അത് അറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ബ്രാൻഡ് അവകാശപ്പെടുന്നത് 148 കിലോമീറ്ററാണ് ഈ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈക്ക് 3 PS കുറച്ചപ്പം 147 കിലോമീറ്ററാണ് കിട്ടുന്നത്. 1 കിലോമീറ്ററിന് വ്യത്യാസം വന്നുള്ളൂ. നമ്മളെന്താണെങ്കിലും അത്ര സ്പീഡിലൊന്നും നമ്മൾ ഈ വാഹനങ്ങൾ പൊതുവേ നമ്മൾ ക്ലോക്ക് ചെയ്ത് ഓടിക്കാറില്ല. പക്ഷേ ലൈക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വന്നത് പ്രൈസിലും മൈലേജിലാണ്. ബിറ്റ് ഒരു 3 to 4 കിലോമീറ്റേഴ്സോളം മൈലേജ് കൂടി എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രൈസിന് എടുക്കാൻ പറ്റുന്ന നല്ല ഒരു വാഹനമാണ് സ്പീഡിൻ്റെ 400 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളിപ്പം ലൈക്ക് ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും സ്പീഡ് വാങ്ങിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അധികം ശ്രദ്ധിക്കാത്തൊരു വാഹനമായിരിക്കാം. പക്ഷേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 2023 മുതൽ 2026 എത്തിച്ചേരുന്ന സമയത്തേക്ക് നമ്മുടെ രാജ്യത്ത് ഏകദേശം 1 ലക്ഷം മോട്ടോർ സൈക്കിളുകൾക്ക് ഇവർക്ക് വിൽക്കാൻ സാധിച്ചു. അത് വലിയൊരു ഫിഗറാണ്. കാരണം ഇത്രയും ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഏകദേശം 27,000 പേരോളം ഉള്ള ഒരു റൈഡിംഗ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. 2027 ആകുമ്പോഴത്തേന് 50,000 പേരുടെ വലിയൊരു ട്രയംഫിൻ്റെ റൈഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ വർഷത്തിൽ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് റൈഡ്സ് ഇവർ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ശരിക്കും ഒരു ബ്രിട്ടൻ UK പൈതൃകമുള്ളൊരു വാഹനമാണ്. ലൈക്ക് 1902 മുതൽ നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ട് മോട്ടോർ സൈക്കിൾസ് ട്രയംഫിനുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് റീസെൻ്റായിട്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ടും വളരെ കാര്യമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ വാഹനം കാഴ്ചവെക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയംഫിൻ്റെ ഫാമിലിയിൽ പുതിയതായിട്ടൊരു വാഹനം കൂടെ അവർ ലോഞ്ച് ചെയ്യുകയാണ്. ട്രാക്കർ 400 എന്നാണ് പേര്. അതും 350 cc വരുന്ന എഞ്ചിനിലാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു വാഹനം. ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണല്ലോ വരുന്നത്. അത് കുറച്ചുകൂടെ ഒരു മഡ് റേസിംഗ് അല്ലെങ്കിൽ ഒരു പക്ക സ്ട്രീറ്റ് ബൈക്കായിട്ടാണ് വരുന്നത്. കണ്ടാലും ഒരു എന്താ പറയുന്ന ഒരു സ്ട്രീറ്റ് ലുക്കാണ് വാഹനത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് റഗഡും റഫായിട്ടുള്ളൊരു വാഹനമാണ്. അപ്പം ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് സീരീസും അല്ലെങ്കിൽ ആ ഒരു ബാഡ്ജിങ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് നമ്മൾ താമസിയാതെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ സ്പീഡ് 400 കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ വാഹനത്തിനെ ലൈക്ക് നിങ്ങൾ കുറേ പേര് റോഡിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബൈക്കാണ്. 400 cc നിലവിൽ ഇപ്പോൾ ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 350 cc ഉണ്ട്. എങ്കിൽ പോലും വളരെ കുറച്ച് നാളുകൾക്ക് കൊണ്ട് തന്നെ യുവാക്കളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വാഹനം
വാഹനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പെർഫോമൻസ്, ഇതിൻ്റെ എക്സോസ് നോട്ട്, അതുപോലെ ഡിസൈൻ, ഇതെല്ലാം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ചുകൂടെ ലെഗസി ഉള്ളൊരു വാഹനം കൂടെ ആയതുകൊണ്ട് ട്രയംഫ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലൈക്ക് നമ്മളൊരു 10 വാഹനങ്ങളുടെ ഇടയിൽ ട്രയംഫ് ഇരുന്നാലും വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഭംഗി ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ എപ്പോഴും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നൊരു വാഹനമാണ്. പിന്നെ നമുക്ക് ഒരു 3 lakhs ബ്രാക്കറ്റിനകത്തൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം കൂടെ ആയതുകൊണ്ട് ആൾക്കാർ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് നോക്കാം, 13 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ട്രയംഫിൻ്റെ ലോഗോ നമുക്ക് കാണാം. നമ്മൾ ഈ ബ്രിട്ടീഷ് യൂണിയൻ ജാക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പതാകയിൽ വരുന്ന ആ ഒരു ഡിസൈൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫോക്സിലേക്ക് വരുവാണെങ്കിൽ ഗോൾഡൻ കളറിൽ വരുന്ന USD ആണ്, അപ്സൈഡ് ഡൗൺ ആയിട്ട് വരുന്ന ഫോക്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. LED ആയിട്ട് വരുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു ട്രയംഫിൻ്റെ ലോഗോ ഒക്കെ നമുക്ക് നടുക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ആ രണ്ട് മൂന്ന് മൾട്ടിപ്പിൾ ചേമ്പേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആണ്. DRലൊക്കെ നല്ല ഭംഗിയാണ്, കാരണം വാഹനത്തിന് നല്ലൊരു റോഡ് പ്രസൻസ് എപ്പോഴും അത് നൽകുന്നുണ്ട്. അതുപോലെ നമുക്ക് മഡ് ഗാർഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഡിസൈൻസ് ഒക്കെ നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം വലിയ പ്രൊഫൈലുള്ള ടയേഴ്സൊക്കെയാണ് വരുന്നത്. R17 ആണ് കേട്ടോ, 110/80 R17 ആണ് ടയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മിററിൻ്റെയൊക്കെ ആ ഒരു ഡിസൈനൊക്കെ നന്നായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഹാൻഡിലിൻ്റെ എക്സ്റ്റൻഷൻ പോലെയാണ് ഈ ഒരു മിറേഴ്സും കാര്യങ്ങളും വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലച്ചിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ആയിട്ട് വരുന്ന ക്ലച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് അതിൻ്റെ നോബുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ബ്രേക്കും ക്ലച്ചും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ നമുക്കൊരു ക്ലസ്റ്ററിലേക്കൊക്കെ നമുക്കൊന്ന് വരാം. ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്തേക്ക് നോർമലായിട്ട് വരുന്ന ഒരു ക്ലസ്റ്ററാണ്. അതിനകത്ത് നമുക്ക് ഒരു മോണോക്രോമായിട്ട് വരുന്ന ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 180 വരെ സ്പീഡ് കാണിക്കുന്നുണ്ട്. ഈ വാഹനം നമുക്ക് നിയർലി 147 ആണ് നമുക്ക് ടോപ്പ് സ്പീഡ് വരുന്നത്. അപ്പോൾ അതങ്ങനെ കാണിക്കും. പിന്നെ ഗിയറിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വാഹനത്തിനകത്ത് വരുന്നത്. പിന്നെ ഇൻഡിക്കേഷൻസും ഒക്കെ ഇത് താക്കോലിൻ്റെ ഒരു പൊസിഷൻസൊക്കെ ഇവിടെയാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു താക്കോലും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രണ്ട് വശത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി സ്പീഡ് 400 എഞ്ചിൻ വളരെ റിലയബിൾ ആയിട്ടുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് കുറച്ചുകൂടെ മാറി എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എഞ്ചിൻ്റെ ബ്ലോക്കിൻ്റെ സൈസൊക്കെ സെയിം ആണല്ലോ. അപ്പോൾ അത് റീട്യൂൺ ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ പിസ്റ്റണിൻ്റെ സൈസ് കുറച്ചുകൂടെ ചെറുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഇതിൻ്റെ ഒരു എർഗോണമിക്സ് കുറവ് മൊത്തത്തിൽ വ്യത്യാസം വരും. പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ ഒരു NVH ലെവൽസ് കുറയും. കാരണം ഒരു 50 bhpയുടെ ഒരു 50 cc വ്യത്യാസം വരുമ്പോൾ അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ വാഹനത്തിൻ്റെ ലൈക്ക് എന്താ പറയുക, മൊത്തത്തിലുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ടുള്ള എക്സോസ് നോട്ടിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. എങ്കിലും വാഹനത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു സോഫ്റ്റ്നെസ് കുറച്ചുകൂടെ വന്നിട്ടുണ്ടാകും. എഞ്ചിൻ കുറച്ചും കൂടെ വൈബ്രേഷൻ കുറവായിരിക്കും. ലൈക്ക് നമ്മൾ കമ്പയർ ടു 400 cc വരുന്ന സമയത്ത് 350 കുറയുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്തറായിട്ടുള്ള ഒരു നോട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വാഹനത്തിനകത്ത് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് പോകുന്നത്. ഇവിടെ സ്പീഡ് 400 എന്ന് പറയുന്ന എന്താ പറയുക ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീതിയുള്ള സീറ്റ്സാണ്. 2 പേർക്ക് ഇരിക്കാം. ഒരുപാട് വലുതല്ല, നോർമലി 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. 803 സാഡിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് അത്യാവശ്യം പുതിയൊരാൾക്ക്, അതായത് വണ്ടി പുതിയതായിട്ട് എടുക്കുന്ന ഒരാൾക്കാണെങ്കിലും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മൊത്തത്തിലൊരു വണ്ടിയുടെ സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് ബിറ്റ് ഹാൻഡിയാണ് വണ്ടി. ലൈക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പടക്കുതിരയെ പോലുള്ളൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. എന്നാൽ വണ്ടി കുറച്ചുകൂടെ ഒതുങ്ങിയ വണ്ടിയാണ് എന്നുള്ളതാണ്. അതൊരു നല്ലൊരു കാര്യം. കാരണം ഇങ്ങനെ പടവണ്ടാരം പോലെ ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ ഒതുങ്ങിയ കൈക്കിടങ്ങുന്ന വണ്ടികളാണല്ലോ പൊതുവെ നല്ലത്. പിന്നെ എക്സോസ് നമുക്കിവിടെ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ബാക്കിലെ സെറ്റ് ടയേഴ്സാണ്, അത്യാവശ്യം നല്ല വീതിയുള്ള ടയേഴ്സാണ്. വെഡസ്ട്രൈൻ്റെ ടയേഴ്സാണ് ഈ വാഹനത്തിനകത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. ലൈക്ക് നമുക്കത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ടയേഴ്സാണ് മെയിനായിട്ട് നമ്മളിതിനകത്ത് കാണുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ബാക്കിലേക്ക് നമുക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്തേക്ക് സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ നമുക്ക് കാണാം. ട്രയംഫ് എന്നുള്ള ഒരു ബാഡ്ജിങ്, ലൈക്ക് ബാഡ്ജിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുന്ന ഒരു നെയിം എംബോസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ലൈറ്റ്സ് വളരെ സിമ്പിളാണ്, പക്ഷേ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതുപോലെ LED ആയിട്ട് വരുന്ന ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്കവിടെ സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ടയറിൻ്റെ പ്രൊഫൈൽ വരുന്ന പറഞ്ഞാൽ 150/70 R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരേ വലിപ്പമാണ്, പക്ഷേ പ്രൊഫൈൽ വീതി കൂടുതലാണെന്നുള്ളതാണ് ടയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ മോണോഷോക്കായിട്ട് വരുന്ന സസ്പെൻഷനാണ്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട വാഹനങ്ങൾക്കെല്ലാം മോണോഷോക്കായിട്ട് വരുന്ന സസ്പെൻഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഈ വാഹനം ഒന്ന് ഓടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഒന്ന് റൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. OMR റോഡിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കാളും കനത്ത ചൂടാണ് ചെന്നൈ എന്ന് പറയുന്ന ചൂടിൻ്റെ ഒരു കൂടാണല്ലോ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ഈ വാഹനത്തിൻ്റെ എക്സോസ് നോട്ട് ഞാനൊന്ന് കേൾപ്പിക്കാം. അത്യാവശ്യം വളരെ സ്വീറ്ററായിട്ടുള്ളൊരു നോട്ടാണ്.
കണ്ടില്ലേ, വളരെ സ്വീറ്ററായിട്ടുള്ള നല്ല നോട്ടാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളല്ല, നേരത്തെ നമ്മൾ സ്പീഡ് 400ൻ്റെ ഒരു ഡ്രൈവിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു എർഗോണമിക്സ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. കാരണം നമുക്ക് അത്യാവശ്യം കാലെത്തും എന്നുള്ളതാണ്. നിലത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കാലെത്തും. അതുപോലെ തന്നെ നമുക്ക് ഒരു 179 കിലോ ഭാരം ഈ വാഹനത്തിനുണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ ഈ വാഹനം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാരം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത്രയും നീറ്റ്ലി ഡിസൈൻഡ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ആയിട്ട് 164 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ട്രാൻസ്മിഷനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഗിയർ ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോ RPM ആണെങ്കിൽ എഞ്ചിൻ നമുക്ക് ആ നോക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും അടുത്ത് വരത്തില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് 6 ഗിയേഴ്സ് ആണ് വാഹനത്തിനകത്ത് ഉള്ളത്. അത്യാവശ്യം നമുക്ക് വളരെ ഫാസ്റ്ററായിട്ട് തന്നെ നമുക്ക് ആ റെസ്പോൺസ് നമുക്ക് കിട്ടും. നമ്മൾ നോർമലി നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ലീനിയർ ആയിട്ടായിരിക്കും അതിൻ്റെ ഒരു പവറിൻ്റെ ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ കൈ കൊടുത്താൽ നമുക്ക് അഗ്രസീവായിട്ട് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പവർ ഫിഗേഴ്സിലുള്ള വ്യത്യാസമൊന്നും നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് കാര്യമായിട്ട് അറിയാനൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 400ഉം 350 cc വരുന്ന സമയത്തേക്ക് അങ്ങനെ ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. നമ്മളൊരു ഓപ്പൺ റോഡിൽ ഭയങ്കര സ്പീഡിൽ നമ്മൾ പോകുന്ന സമയത്തേക്കായിരിക്കും നമുക്ക് ഈ ഒരു പവർ ഡിഫറൻസ് ഈ 400 ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 350 ഓടിക്കുമ്പോഴായിരിക്കും ആ ഒരു ഡ്രോപ്പ് മനസ്സിലാവും. പക്ഷേ ന്യൂ കമ്പറിനെ സംബന്ധിച്ച് ഒരു കാര്യം അറിയാണ്ട് നമുക്ക് സാധിക്കും. കാരണം ടോപ്പ് സ്പീഡ് തമ്മിൽ 1 കിലോമീറ്ററിന് വ്യത്യാസമുള്ളൂ 400 cc 350 വരുന്ന സമയത്തേക്ക്. പിന്നെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാഹനം മാറി എന്നുള്ളതാണ്. കാരണം കുറച്ചും കൂടെ ഒരു മൈലേജ് നമുക്ക് കിട്ടും. കാരണം ഒന്നാമത് 350 cc വാഹനങ്ങൾക്ക് ഉള്ള മൈലേജ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് 400 cc വാഹനങ്ങളുടെ മൈലേജ് അറിയാം. അപ്പോൾ 350 വരുന്ന സമയത്തേക്ക് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് കിട്ടും. എല്ലാവരും പ്യുവർലി ഒന്നും മൈലേജ് നോക്കി മാത്രം ഒന്നും ഓടിക്കുന്ന ഒരു വാഹനമല്ല. കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു വാഹനം ഓടിക്കുക എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെങ്കിലും നീറ്ററായിട്ട് വരുന്ന ഒരു അടിപൊളി ഒരു വാഹനമാണ്. എന്തായാലും നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നമുക്കിപ്പം കൈക്കിണങ്ങാൻ പറ്റുന്ന പൈസയ്ക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അഡ്വാൻറ്റേജസ് ഒക്കെ GST അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്താണെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം എന്ന് പറയാം. നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനം, അതായത് 3 lakhs ബ്രാക്കറ്റ് 290 ഒക്കെ ഉണ്ടാവുള്ളായിരിക്കും വാഹനത്തിൻ്റെ രക്ഷോറും പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം എന്താണെങ്കിലും അതൊക്കെ നോക്കിയിട്ട് ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുണ്ട്. പുതിയൊരു വീഡിയോ കണ്ടുപിട്ടാൽ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോമേഷ്.